എല്ലാവരെയും അങ്ങോട്ട് പോയി തെരഞ്ഞുപിടിച്ച് അവരെ സംരംഭരാക്കുക എന്നത് ഓരോ ടാർഗറ്റും അതിനു മുമ്പേ തന്നെ അച്ചീവ് ചെയ്യുന്ന ഒരു ജില്ലയായി കാസർഗോഡ് മാറുകയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാവരും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ഒരു മാജിക് ഇടപെടൽ എന്ന് തന്നെ പറയാം. കാരണം നമുക്കറിയാം, സാമ്പത്തിക പ്രയാസം ഉണ്ടാവുന്ന ഘട്ടത്തിൽ നമുക്ക് ഇത്രയധികം സഹായം എങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നു. നാളെ നമ്മൾ അതിദാരിദ്ര്യമുക്തമാവാൻ വേണ്ടി പോവുകയാണ്. ആ അതിദാരിദ്ര്യമുക്തമാവാൻ പോകുന്ന ഒരു സംസ്ഥാനത്തിന് ആവശ്യമായ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഇവിടെ നടത്തിയിട്ടുള്ളത്. സ്ത്രീകളെയും അതേപോലെ തന്നെ തൊഴിലാത്ത യുവാക്കളെയും മറ്റു വയോജനങ്ങളെയും കുടുംബശ്രീ വനിതകളെയും അതേപോലെ തന്നെ മറ്റു സംരംഭകരെയും ഒക്കെ തന്നെ അംഗൻവാടി ടീച്ചർമാരെയും എന്ന് വേണ്ട സകലമായ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മുന്നോട്ട് പോക്ക് ഒരു വരണം എന്ന് പറയുന്നത് നമുക്ക് നിക്ഷേപം ആകർഷിക്കുക എന്നതും നിക്ഷേപത്തിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ ഒരു വ്യവസായ കേന്ദ്രമാക്കി വലിയ വ്യവസായവൽകൃത സംസ്ഥാനമാക്കി മാറ്റുന്നതിനും വേണ്ടി കഴിഞ്ഞ ഈ ഗവൺമെന്റ് 2016 തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ബോധപൂർവമായ വലിയ പരിശ്രമം നടത്തി വരികയായി. ഞാൻ അതിന്റെ വിശദാംശങ്ങളൊന്നും പറയല്ല. റൈസിംഗ് കാസർഗോഡ് എന്ന പ്രവാസി നിക്ഷേപക സംഗമം നടത്തുകയും അതിൽ 15ഓളം പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ എസ്റ്റേറ്റുകളിലും മറ്റു സ്വകാര്യ ഭൂമിയിലും ആകെ 1500 കോടിയിൽ പരം രൂപയുടെ പുതിയ നിക്ഷേപം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എന്ന് കൂടുതൽ തിരിച്ചറിഞ്ഞു വരികയാണ്. ഇവിടുന്ന് യാത്ര ചെയ്താൽ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യാവസായിക കേന്ദ്രങ്ങളിലേക്ക്, വാണിജ്യ നഗരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. അനന്തപുരം വ്യവസായ പാർക്കിൽ വന്ന പുതിയ വ്യവസായികളെ പറ്റി പറഞ്ഞു. എപ്പോഴും നല്ല റോഡ്, ഏറ്റവും കൂടുതൽ വ്യവസായത്തിന്റെ അടിസ്ഥാനം നല്ല റോഡ്, നല്ല ഫ്ലൈറ്റ് കണക്ടിവിറ്റി, നല്ല ട്രെയിൻ സർവീസ്. കൊങ്കൺ ഫുൾഫ്ലെഡ്ജായി എത്രയോ കാലമായി. റോഡ് ഇപ്പൊ എല്ലാ സ്ഥലത്തേക്കും. കാസർഗോഡിന്റെ ഉൾപ്രദേശങ്ങളിൽ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞു, ഉൾ സ്ഥലത്തൊക്കെ ഇത്രയും നല്ല റോഡാണെന്നുള്ളത് നിങ്ങൾ ഒന്നും വന്നിട്ട് പറയും. ഇവിടുന്ന് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കർണാടകത്തിലേക്ക് പെട്ടെന്ന് കയറാവുന്ന റോഡുണ്ട്. മംഗലാപുരം പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ബോംബെ ആണ്, അങ്ങോട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം, തിരുവനന്തപുരം അതുവഴി ഉള്ള എല്ലാ സ്ഥലവും ഉണ്ട്. അപ്പൊ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ നല്ലതുപോലെ മാറ്റം വരുന്നുണ്ട്. ഇനിയും കൂടുതൽ വരും. നമുക്കിവിടെ നേരത്തെ പറഞ്ഞത് കച്ചവടത്തിനാണ് താല്പര്യമെങ്കിൽ, മറ്റു കാര്യങ്ങൾക്കാണ് താല്പര്യമെങ്കിൽ, ജോലിക്ക് പോകുന്നതാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അത് റിട്ടേൺ കിട്ടും. പദ്ധതികളും ധാരാളമുണ്ട് സർക്കാരിന്.